അപ്പോൾ ഗായ്സ്, കുടുംബക്കാരെല്ലാവരെയും വിളിച്ച് ഇന്ന് ഞങ്ങൾ വീട്ടിലൊരു നോമ്പുതുറ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വൈഫ് നാട്ടിലാണ്, ഞാനും മോളും മരുമകനാണ് ഇവിടെ അബുദാബിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ചേർന്നിട്ടുള്ള കലാപരിപാടികളാണ്. ഒരു 25 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ മട്ടൻ കറിയും ചിക്കൻ കറിയും പിന്നെ നാട്ടിലെ നമ്മളെ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞങ്ങളുടെ പ്ലാനിലുള്ളത്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇത് അവിടെ സെറ്റായി വരുന്നുണ്ട്. ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നില്ലാണ്ട് ഇനി ഇതിലേക്ക് നാളികേരപ്പാലൊഴിച്ച് ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇത് നമ്മളെ നാട്ടിലെ തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. മട്ടൻ കറി ഇതാ ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും ഇതാ റെഡിയായി, അതിനെ താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30 മണിയോട് കൂടിയിട്ട് കറി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാണ്. നമ്മൾ കൃത്യസമയത്തിന് എല്ലാം സെറ്റാക്കണം എന്നുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അത് നമ്മളെ മൊഹബത്ത് ക സർബത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും 6 മണിയായി. ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായി വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കിച്ചണിൽ നിന്ന് എപ്പോൾ കയറും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 6:15 കൂടി കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഹാളിൽ വന്ന് എല്ലാം അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്യാൻ എല്ലാവരും ഒന്നിച്ചാണ് ചെയ്തത്. പിന്നെ ഇന്നത്തെ ഈ നോമ്പുതുറയിൽ ഞങ്ങൾ എണ്ണക്കടികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം മെയിൻ കോഴ്സ് ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എണ്ണക്കടികൾ പർപ്പസിലി നമ്മൾ ഒഴിവാക്കിയത്. പിന്നെ സമയക്കുറവുണ്ടായിരുന്നു. എന്തായാലും നോമ്പുതുറക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ഹാപ്പിയായി. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയും മട്ടൻ കറിയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കും. ബൈ.